വെങ്കിടാചലപതിന്റെ അങ്ങനെ നമ്മൾ പട്ടുപാവടയൊക്കെ ഇട്ട് റെഡിയായിട്ടുണ്ട്, വലയൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോവാം. ഞാനും പട്ടുപാവടയൊക്കെ ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ള ബാലാജി മന്ദിറിൽ ഭഗവാന്റെ കല്യാണം കൂടാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഭഗവാന് ബാലാജിക്ക് 2 ഭാര്യമാരാണുള്ളത്, പത്മാവതിയും മഹാലക്ഷ്മിയും. അപ്പോൾ അദ്ദേഹം പത്മാവതിനെ ഭൂമിയിൽ വന്ന് കല്യാണം കഴിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും എല്ലാ ബാലാജി ടെമ്പിളുകളിലും ശ്രീനിവാസ കല്യാണം ആഘോഷിക്കാറുണ്ട്. ഞങ്ങൾ അവിടെ അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് ഇവിടെ കല്യാണ മണ്ഡപത്തിൻ്റെ അവസാന ഘട്ട ഒരുക്കങ്ങളിലാണ് ഇവിടുത്തെ ആളുകളൊക്കെ. ഞങ്ങൾ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഓർഗനൈസിങ് കമ്മിറ്റിയിൽ. അപ്പോൾ അവർ പറഞ്ഞനുസരിച്ചാണ് ഞങ്ങൾ വന്നത്. ഇവിടെ കല്യാണം കൂടാൻ വേണ്ടി ആൾക്കാരൊക്കെ ഓൾറെഡി കസേരയിലിരുന്നുണ്ട്. ഇനിയിപ്പോൾ ഭഗവാന്റെ കല്യാണത്തിൻ്റെ കൂടെ പൂജയും കൂടെ നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൂജ ഇട്ടുകൊണ്ടിരുന്നത് പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കണേ. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഇരിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഭാര്യ ഇരിക്കേണ്ടത്. അങ്ങനെയാണ് കല്യാണ മഹോത്സവത്തിലെ ചടങ്ങുകൾ നടക്കുന്നത്. നമുക്ക് അപ്പോൾ എല്ലാവർക്കും ശ്രീനിവാസ കല്യാണ മഹോത്സവത്തിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഭഗവാന്റെ കല്യാണത്തിന് വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ശ്രീകോവിലിൽ നിന്നും ഭഗവാന്റെയും 2 ദേവിമാരുടെ, അതായത് പത്മാവതിയുടെയും മഹാലക്ഷ്മിയുടെയും വിഗ്രഹങ്ങൾ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇനി കല്യാണത്തിന് മുമ്പായിട്ടുള്ള പൂജകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ കല്യാണ ചടങ്ങുകൾക്ക് മുമ്പേ തലേ ദിവസം ഊഞ്ഞാൽ സേവയും കുങ്കുമാർച്ചനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി ഇന്നലെ. പത്മാവതി എന്ന് പറയുന്നത് ഭൂമിയിലത്തെ രാജാവായിരുന്ന ആകാശരാജയുടെ മകളാണ്, അതായത് രാജകുമാരിയാണ്. അപ്പോൾ അത് ലക്ഷ്മി ദേവിയുടെ അവതാരം തന്നെയാണ്. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് പത്മാവതിനെ കല്യാണം കഴിച്ചതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം വൈകുണ്ഠത്തിൽ നിന്ന് മഹാലക്ഷ്മി ഭഗവാനായിട്ട് പിണങ്ങി ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിലേക്ക് വന്നിട്ട് ദേവി കോലാപ്പൂരിലാണ് റീഇൻകാർണേറ്റ് ചെയ്തത്, മഹാരാഷ്ട്രയിൽ. ഞങ്ങളവിടെ ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അവിടെ വളരെ പ്രസിദ്ധമായ ഒരു മഹാലക്ഷ്മി അമ്പലമുണ്ട് കോലാപ്പൂരിൽ, മഹാരാഷ്ട്രയിൽ കോലാപ്പൂരിൽ, പൂനെൻ്റെ അടുത്തുള്ള പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിക്ക്. അപ്പോൾ ഭഗവാൻ അങ്ങനെ പിണങ്ങി വന്ന മഹാലക്ഷ്മീനെ അന്വേഷിച്ച് ഭൂമിയിലേക്ക് വരികയാണ് ചെയ്തത്. ഇതിപ്പോൾ ഇവിടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഇരുന്നിട്ട്. അപ്പോൾ ഇരുന്നവർക്കൊക്കെ അവർ ബാലാജീൻ്റെ പൊട്ട് തൊട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഭഗവാൻ മഹാലക്ഷ്മീനെ അന്വേഷിച്ച് ഭൂമിയിലെത്തുകയും തിരുപ്പതിയിൽ, അതായത് തിരുപ്പതിയിലെ തിരുമലയിൽ വാസമുറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മഹാലക്ഷ്മീനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് പത്മാവതിനെ കാണുന്നതും അദ്ദേഹം പത്മാവതിയിൽ അനുരക്തനാവുന്നതും. ഇപ്പം നമുക്ക് ഒരു കിറ്റ് കൊണ്ട് തന്നില്ലേ, അത് പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ആ കിറ്റിലുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പണ്ഡിറ്റ്ജി പറയുന്നതനുസരിച്ച് പൂജ ചെയ്യേണ്ടത്. അങ്ങനെ പത്മാവതിയിൽ അനുരക്തനായ ഭഗവാൻ പത്മാവതിനെ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് രാജാവിൻ്റെ അടുത്ത് പോയി. ഇതൊക്കെയാണ് ആ കിറ്റിലുണ്ടായിരുന്ന സാധനങ്ങൾ. ഭഗവാന്റെയും ദേവിമാരുടെയും ഫോട്ടോ, തേങ്ങ, ഒരു കിനു, പിന്നെ കുങ്കുമം, മഞ്ഞൾ, അക്ഷതം, പിന്നെന്താ ചന്ദനത്തിരി, വെറ്റില, അടക്ക, അതൊക്കെയാണ് അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഭഗവാനോട് പത്മാവതിയുടെ അച്ഛൻ, അതായത് ആകാശരാജ പറയാണ്, ഈ കല്യാണം അത്രയും ഗ്രാൻഡായിട്ട് നടത്തണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ത്രീധനവും സ്വത്തും തരികയാണെന്നുണ്ടെങ്കിൽ മകളെ കല്യാണം കഴിച്ച് തരാമെന്ന്. അപ്പോൾ ഭഗവാൻ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് കുബേരൻ്റെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങുക ചെയ്തത്. അപ്പോൾ ഈ കലിയുഗത്തിൽ ഭക്തർ ഭഗവാൻ കുബേരനോട് വാങ്ങിച്ച കടം വീട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അടുത്ത് പൈസ കൊടുക്കുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബാലാജീൻ്റെ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇടുന്ന പൈസ മുഴുവൻ ഭഗവാൻ കുബേരനോടുള്ള കടം വീട്ടാൻ വേണ്ടി യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ മുഴുവനായിട്ടും അങ്ങനെയാണ് നടക്കുക. അപ്പോൾ പൂജകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ ഭഗവാൻ പത്മാവതിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. പത്മാവതി ഞാൻ പറഞ്ഞല്ലോ ശരിക്കും മഹാലക്ഷ്മിയുടെ തന്നെ അവതാരമാണ്. അപ്പോൾ ദ്വാപരയുഗത്തിൽ ശ്രീരാമൻ പത്മാവതിനെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കലിയുഗത്തിൽ പത്മാവതി റീഇൻകാർണേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഭഗവാൻ ദ്വാപരയുഗത്തിൽ കൊടുത്ത വാക്ക് പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ കല്യാണത്തിന് ഭഗവാന് ലക്ഷ്മി ദേവിയുടെയും കൂടി പ്രസൻസ് വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ ദേവന്മാരെ കോലാപ്പൂരിലേക്ക് പറഞ്ഞയച്ച് ലക്ഷ്മി ദേവി കൺവിൻസായി സൂര്യഭഗവാന്റെ കൂടെ തിരുപ്പതിയിലേക്ക് വരികയാണ് ചെയ്തത്, ഈ ഭഗവാന്റെ പത്മാവതിയായിട്ടുള്ള കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. തിരുപ്പതിയിലെ നാരായണ വനത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് 33 ദേവതകളും സന്നിഹിതരായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ തുടങ്ങുകയാണ്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം തിരുപ്പതിയിൽ ശ്രീനിവാസ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് ഇത്രയും വ്യക്തമായിട്ട് പൂജകളൊന്നും കാണാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അകത്ത് ക്യൂ നിന്ന് ശ്രീകോവിൽ കയറി തൊഴുത് വരാൻ മാത്രമേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അവിടെ അത്രയും സമയം നിന്ന് അങ്ങനെ വാച്ച് ചെയ്യാനുള്ള ഭാഗ്യമൊന്നും ഞങ്ങൾക്ക് ആ സമയത്ത് കിട്ടിയില്ല. പക്ഷെ എന്തായാലും ഇപ്പം അത് സാധിച്ചു. నాన్నగారి తరం మా తాతగారి తరం వీళ్ళందరూ కూడా ఇవన్నీ చూసి చేసుకున్నారు కనుకనే చాలా చక్కగా దీర్ఘ సౌమంగళ్యాలతో 60 వివాహ షష్ఠి పూర్తి చేసుకున్న వాళ్ళు కూడా నాకు తెలిసింది. మా తాతగారికి వివాహ షష్ఠి పూర్తయింది అంటే ఆయన పెళ్ళి 60 సంవత్సరాలు, ఆయనకి 60 సంవత్సరాలు కాదు, ఆయన పెళ్లి చేసుకుని 60 సంవత్సరాలు అయింది ఆయనకి. అటువంటి వాళ్ళు అంతకాలం వాళ్ళు ఎన్ని తిట్టుకున్నా కొట్టుకున్నా అన్ని చూశారు కనుకే, అన్ని చూసి చేసుకున్నారు కనుకే అంత సుభిక్షంగా ఉన్నారు. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് ഭഗവാന്റെ ഇടതുഭാഗത്ത് മഹാലക്ഷ്മിയും വലതുഭാഗത്ത് പത്മാവതി ദേവിയും ഇരുന്നിട്ടാണ് കല്യാണം ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ രണ്ടുപേരെയും ഒരേ സമയത്ത് കല്യാണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചടങ്ങുകൾ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ പൂജാരി ഞങ്ങളുടെ അടുത്തും മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. ആ തന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഞങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഈ വന്നിരിക്കുന്നത് 3 പൂജാരിമാർ ഇവർ തിരുപ്പതി അമ്പലത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഈ വരുന്നതാണ് ഞങ്ങളുടെ അമ്പലത്തിലെ പൂജാരി, അദ്ദേഹം ഇവിടെ നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ അല്ലാണ്ടുള്ള ബാക്കി 3 പേരും തിരുപ്പതിയിൽ നിന്ന് വന്നതാണ്. ഇനി അടുത്ത ചടങ്ങ് ഭഗവാന് ദേവിമാർക്കുള്ള വസ്ത്രം സമർപ്പിക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. शुकमुनिः प्रह्लादरुक्माङ्गदो विश्वक्सेन विभीषणश्च हनुमान् श्रीवैनतेयादयः एतैर्भागवतोत्तमैः प्रतिदिनं संस्तूयमानोत्सुकः. ഇനിയുള്ള ചടങ്ങുകളെന്ന് പറയുന്നത് ഭഗവാൻ പത്മാവതി ദേവിക്കും മഹാലക്ഷ്മി ദേവിക്കും വേണ്ടി താലി ചാർത്തുന്നതും വർണ്ണമാലയം ചാർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ചടങ്ങുകളാണ്. നമുക്കിനി അതൊക്കെ കാണാം.
ഹോമകുണ്ടത്തിൽ അഗ്നിയൊക്കെ തെളിയിച്ച് മാംഗല്യ പൂജയാണ് നടക്കാൻ പോകുന്നത്. ശുഭദിനോ അദ്യ തിരുകല്യാണ മഹോത്സവാഖ്യകർമ്മണി സുമുഹൂർത്താനന്തരം മാംഗല്യപൂജാം കരിഷ്യേ. മാംഗല്യാധിഷ്ഠാനः ധ്യാനാവാഹാദിശോർഷപൂജാം ക്രിയാത് ധ്യായാമി. ഈ താലത്തിൽ അദ്ദേഹം കൊണ്ടുവരുന്നത് ഭഗവാൻ ദേവിമാർക്ക് ചാർത്താനുള്ള താലിയാണ്. അപ്പം അത് മംഗൾസൂത്ര, അത് നമ്മൾ തൊട്ട് തൊഴുത് പൂജിച്ച താലിയാണ്. അപ്പം നമ്മൾ തൊട്ട് തൊഴുത് അതിൻ്റെ കൂടെയുള്ള കുങ്കുമം നമ്മൾ നെറ്റിയിൽ ചാർത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഇപ്പം നമ്മൾ തൊട്ട് തൊഴുത മംഗൾസൂത്ര ചാർത്താൻ പോവാണ്. അപ്പോൾ ഭഗവാനെ പ്രതിനിധീകരിച്ച് ഈ 2 പൂജാരിമാരാണ് ദേവിമാർക്ക് താലി ചാർത്തുന്നത്. అందరూ కూడా గట్టిగా ఓపిక తప్పుకోవాలి. జగ్నిర్వదతి హేతి వాయునా హతతో హంతేతి సత్యం చంద్రమాః ఆదిత్య సత్యమోవిది ఆపస్తత్ సత్యమాభరణ యశో యజ్ఞస్య దక్షిణా. గోవింద శ్రియో మే కామస్వమృధ్యతాం, శ్రియో మే కామస్వమృధ్యతాం. ఎవరి దగ్గరికి వస్తే వాళ్ళే పట్టుకుని మళ్ళీ మాకే వేయాలి. ముందుకి వీడికి రాకూడదు, మళ్ళీ మాకే వేయాలి. సరే ప్లీజ్.
ഇപ്പം നടക്കുന്നത് കല്യാണത്തിന് ശേഷം ഭഗവാനും ശ്രീദേവിയും ഭൂദേവിയും, അതായത് മഹാലക്ഷ്മിയും പത്മാവതിയും ചേർന്ന് തേങ്ങയുരുട്ടലാണ്. ഇപ്പോൾ ഇത് കല്യാണത്തിന് ശേഷം അവർ നടത്തുന്ന ഒരു ജോയ് ഗെയിമാണ്. ഇപ്പോൾ ഭഗവാന്റെ ഡ്രീം വെഡ്ഡിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാരണം 1000 ശ്ലോകം ജപിച്ചുകൊണ്ടാണ് ഈ പ്രീസ്റ്റ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ തേങ്ങ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡിവൈൻ കപ്പിളിൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായിട്ട് നൽകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭഗവാന്റെ സെലസ്റ്റിയൽ മാരേജിൻ്റെ ഒരു ജോയസ് കൺക്ലൂഷനായിട്ടാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ കല്യാണത്തിൻ്റെ അവസാന ചടങ്ങുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇനി പൂർണ്ണാഹുതിയാണ് നടക്കേണ്ടത്. കലിയുഗത്തിലെ പ്രത്യക്ഷ ദേവനായ ബാലാജിയുടെ കല്യാണ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതും ആ ചടങ്ങുകൾ ദർശിക്കുന്നതും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇനി പൂർണ്ണാഹുതിയാണേ. ശ്രീവേങ്കടനിവാസായ ശ്രീനിവാസായ മംഗളം അസ്തു ശ്രീസ്തുലകസ്തൂരീവാസനാകാശതേരസേ ശ്രീഹസ്തഗിരിനാഥായ ദേവരാജായ മംഗളം കമലാകുലകസ്തൂരീകർത്തമാങ്കിതോക്ഷസേ യാദവാത്രിനിവാസായ സമ്പത്പുത്രായ മംഗളം നീലാധരനിവാസായ നിത്യായ പരമാത്മനെ സുഭദ്രാ പ്രാണനാഥായ ജഗന്നാഥായ മംഗളം സ്വച്ഛിഷ്ടമാലികാബന്ധനബന്ധുവിഷ്ണവേ വിഷ്ണുതനോയായ മംഗളം മംഗലാചാര്യ പ്രവേശപൂർവൈരാചാര്യൈ കർത്തൃദായാസ്തു. ഗോവിന്ദ ഗോവിന്ദ പറയും, പൂവാറായി ഗോവിന്ദ പറയും. കല്യാണം കഴിയാറായേ, കഴിയട്ടെ. ബ്രഹ്മാണ്ഡനായക വേദാന്തവേദ്യ പുരാണപുരുഷോത്തമ ദിവ്യമംഗള വിഗ്രഹ. ഉത്സവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദുഃഖങ്ങളെ മാറ്റുന്നതെന്നാണ്. ഉത്തെന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, സവം എന്ന് പറഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കല്യാണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാ നല്ല ഗുണങ്ങളുടെയും സമ്മിശ്രമായ കാര്യം, അതായത് ശുഭം എന്നാണല്ലോ വിവക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നടത്തുമ്പോൾ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്നത് പുരോഹിതനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം മന്ത്രോച്ചാരണം ചെയ്യുന്നതിനനുസരിച്ച് ചടങ്ങുകളൊക്കെ ചെയ്യുന്നത് അർച്ചകനുമാണ്. അതായത് അർച്ചകന് ബ്രൈഡ് ഗ്രൂമിന്, അതായത് ഭഗവാന്റെ റോളാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് കല്യാണത്തിന് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും ചെയ്യുന്നത് ഈ അർച്ചകനാണ്. അങ്ങനെ ഭഗവാന്റെ സെലസ്റ്റിയൽ വെഡ്ഡിങ്ങിൻ്റെ തിരുകല്യാണത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചു. ഉച്ചയ്ക്ക് ഏകദേശം 12:45 തുടങ്ങിയതാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന് ശേഷം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ല, തേങ്ങയുരുട്ടലിൽ ഉപയോഗിച്ച തേങ്ങകളും അതേപോലെ ഭഗവാന് അർപ്പിച്ച ലഡു, പിന്നെ ഭഗവാന് കല്യാണത്തിന് സമയത്ത് യൂസ് ചെയ്ത ഡ്രസ്സ്, ഭൂദേവി ശ്രീദേവി ഇവർക്ക് 2 പേർക്കും, അതായത് മഹാലക്ഷ്മിക്കും പത്മാവതി ദേവിക്കും യൂസ് ചെയ്ത ഡ്രസ്സ്, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ലേലം ചെയ്യും. അപ്പം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ തേങ്ങ ഉരുട്ടലിൽ ഉപയോഗിച്ച തേങ്ങ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഭഗവാന്റെയും ദേവിമാരുടെയും ബ്ലെസ്സിങ്സ് കൂടെ കൊണ്ടുപോകുന്ന മാതിരിയാണ്. അപ്പോൾ അത് ലേലം ചെയ്യും. അതേപോലെ തന്നെ ഈ കല്യാണത്തിന് യൂസ് ചെയ്ത ഭഗവാന്റെയും ദേവിമാരുടെയും ഡ്രസ്സും ഒക്കെ ലേലം ചെയ്യും. ഇനി ഇത് കഴിഞ്ഞിട്ട് അതാണ് നടക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ മഹാപ്രസാദമുണ്ട് ഭഗവാന്റെ കല്യാണത്തിനോടനുബന്ധിച്ച്. അപ്പം ഞങ്ങളിനി ഈ പൂജ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 5 തേങ്ങ വെച്ചിട്ടാണ് അവർ ഇവിടെ തേങ്ങ ഉരുട്ടൽ റിച്വൽ നടത്തിയത്. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റപ്പെടും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഭഗവാനും ദേവിമാർക്കൊക്കെ യൂസ് ചെയ്ത ഡ്രസ്സ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാനത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിപ്പോൾ നമ്മൾ ലേലം വിളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാം, അങ്ങനെ പ്രത്യേകിച്ച് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ സാരി ആണെങ്കിൽ നമുക്ക് നോർമലി ഉടുക്കാം, ഇപ്പോൾ ഭഗവാന്റെ ധോത്തിയാണെങ്കിൽ അതും അങ്ങനെ ഉടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. ചോറ്, സാമ്പാർ, മത്തനും കൊണ്ടുള്ള ഒരു കറി, പിന്നെ നമ്മുടെ അവിയൽ പോലത്തെ ഒരു കറി, പിന്നെ പനീറും ചോലയും കൊണ്ടുള്ള ഒരു കറി, റീത്ത, പിന്നെ പുളിയോദര, പിന്നെന്താണ് പായസം, ലഡു, അത്രയും ചേർത്തിട്ട് നല്ല വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ലേലം നടക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ തേങ്ങയൊക്കെ 2000-2500 രൂപയ്ക്കൊക്കെയാണ് ലേലത്തിൽ പോയത്. ദേവിയുടെ സാരി,
ഒരെണ്ണം 5000, ഒരെണ്ണം 5500 അങ്ങനെയൊക്കെയാണ് ഇവർ ലേലം വിളിച്ചെടുത്തത്. അപ്പോൾ അവരത്രയും അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളങ്ങനെ ഭഗവാന്റെ കല്യാണവും കൂടി മനസ്സ് നിറഞ്ഞ് ഭഗവത് പ്രസാദവും കഴിച്ച് തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി രാത്രി പല്ലക്കി സേവ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെയും ദേവിമാരെയും പല്ലക്കിലിരുത്തി എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇവിടെ ചോദിച്ചപ്പോൾ കുറേ ലേറ്റ് ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.